एनडीए सबूत इस चुनाव में एलडीएफ यूडीएफ वालों ने मिलकर एक और प्रोपेगेंडा शुरू किया है। लेफ्ट वाले कहते हैं कि कांग्रेस बीजेपी की बी टीम है और कांग्रेस कहती है कि लेफ्ट बीजेपी की बी टीम है। इन्हें इसलिए कहना पड़ रहा है क्योंकि ये दोनों भी जानते हैं कि इस चुनाव में केरलम में अगर कोई पार्टी ए टीम है तो ए टीम बीजेपी ही है। പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടത് വലത് മുന്നണികൾ കേരളത്തിൽ മറ്റൊരു വലിയ പ്രചരണം അഴിച്ചുവിട്ടിട്ടുണ്ട്. ഇടത് കക്ഷികൾ പറയുകയാണ് കോൺഗ്രസ് എന്നുള്ളത് ബിജെപിയുടെ ബി ടീമാണ്. കോൺഗ്രസുകാർ പറയുന്നു ഇടതു പാർട്ടികൾ ബിജെപിയുടെ ബി ടീമാണ്. ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒരുപോലെ പറയുന്നതിന് ഒരു കാരണമുണ്ട്. കാരണം ഇവർ രണ്ട് കൂട്ടർക്കും അറിയാം കേരളത്തിൽ ഇന്ന് ഏതെങ്കിലും ഒരു ടീം എ ടീമായിട്ടുണ്ടെങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിയാണെന്ന കാര്യത്തിൽ ഇവർ രണ്ടുപേർക്കും ഒരു സംശയവുമില്ല. एनडीए सुहृदगणे, साथियों, आपने ये भी देखा है कि इस चुनाव में एलडीएफ और यूडीएफ दोनों मिलकर सिर्फ बीजेपी को गालियां दे रही है। उनके निशाने पर सिर्फ बीजेपी है। इसकी एक वजह और भी है जो आपको जरूर जानना चाहिए, नोट करना चाहिए। दरअसल एलडीएफ और यूडीएफ की सीक्रेट पार्टनरशिप इतनी पक्की है कि एक दूसरे पर आरोप लगाने से बच रहे हैं और इसलिए और असल में ये दोनों एक ही सिक्के की दो साइड है। इनकी ये दुश्मनी है ना, वो नकली है, WWF है। एलडीएफ और यूडीएफ की दोस्ती एवरग्रीन है। जब भी दिल्ली में सरकार बनती है साथ होते हैं, बगल में तमिलनाडु में साथ में चुनाव लड़ रहे हैं। പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇടത് വലത് മുന്നണികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു കാര്യം? രണ്ട് മുന്നണികളും ഒന്നു ചേർന്ന് ബിജെപിയെ മാത്രമാണ് വിമർശിക്കുന്നത്. അവരുടെ ചിന്തയിൽ നിന്ന് ബിജെപി മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരു കാര്യം ഉറപ്പായും ശ്രദ്ധിക്കണം, ഇവരുടെ രഹസ്യ കൂട്ടുകെട്ട് വളരെ ശക്തമായതിനാലാണ് ഇവർ പരസ്പരം വിമർശിക്കാൻ പോലും തയ്യാറാകാത്തത്. ഇവരുടെ ശത്രുത എന്നുള്ളത് ഇവരുടെ തട്ടിപ്പാണ്, ഇവരുടെ ശത്രുത എന്നുള്ളത് വ്യാജമാണ്, ഇവരുടെ സൗഹൃദം എന്നുള്ളത് അനാദിയാണ്. ഇവർ നാണയത്തിന്റെ ഒരു വശങ്ങളാണ്. ഇവർ വ്യത്യാസം ഒന്നു മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ഇവരുടെ സൗഹൃദം കർട്ടന് പിന്നിലാണെങ്കിൽ മറ്റിടങ്ങളിലെ ഇവർ പരസ്യമായി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്.